പാഠം 1. കഥകളതിമോഹം. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം. എഴുതിയത് എഴുത്തച്ഛൻ. ചോദ്യം 1. പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷതയെന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ഏകാന്തഭാവത്തിൽ എഴുതി മലയാള ഭാഷയുടെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കിയ മഹാനായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണ് കഥകളതിമോഹം എന്ന കവിത. ചെവികൾ രണ്ടും കുളിർപ്പിക്കുന്ന രീതിയിൽ ഏറെ സന്തോഷത്തോടുകൂടി ഹൃദ്യമായ ആ മഹാഭാരത കഥ കിളിയോട് ചൊല്ലിത്തരാൻ ആവശ്യപ്പെടുകയാണ് കവി. ആ കഥ അതിൻ്റെ ഏറ്റവും സുന്ദരമായ രീതിയിൽ തനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി കിളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധാരാളം വിഭവങ്ങളും പാനീയങ്ങളും നൽകി കവി അവളെ സന്തോഷിപ്പിക്കുകയാണ്. കഥ തനിക്ക് പറഞ്ഞു നൽകുവാൻ വേണ്ടി മഹാകവി പഞ്ചവർണ്ണ കിളിക്ക് നൽകുന്ന ഭക്ഷ്യവിഭവങ്ങൾ അതീവ സ്നേഹത്തോടെ ഒരുക്കിയവയാണെന്ന് വ്യക്തമാണ്. കുറുക്കിക്കൊഴുത്ത പാൽ, പഞ്ചസാരപ്പൊടി, നല്ല കദളിപ്പഴങ്ങൾ എന്നിവ ചേർത്ത് തിരുമ്മി അതിൽ തേനും വെല്ലവും ശർക്കരയും ചേർത്ത് ഒരുക്കിയതാണ് പ്രധാന വിഭവം. ഓരോ ഘട്ടവും കവി പരിപാലനയോടെയും കരുതലോടെയും ചെയ്തിരിക്കുന്നു. കിളിയുടെ ഇഷ്ടാനുസരണം ദാഹം കെടുത്താൻ നീലക്കരുമ്പിൻ്റെ ചാറ്, ഇളനീർ, പാൽ, തേൻ എന്നിവയും കവി ഒരുക്കിയിട്ടുണ്ട്. ഓരോ പാനീയവും കിളിയുടെ സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തവയാണ്. ഭക്ഷ്യവിഭവങ്ങൾ വെവ്വേറെയും സുഗമമായും കഴിക്കാവുന്ന വിധത്തിലുമാണ് ഒരുക്കിയത്. വെള്ളിയിലയിലുള്ള തളികയിൽ വിശേഷിച്ച് ആക്കിയിരിക്കുന്നത് കിളിക്കുള്ള സ്നേഹത്തിൻ്റെ പകർച്ചയാണ്. ഈ വരികളിൽ നിന്ന് കവിയുടെ അഗാധമായ സ്നേഹവും പരിചരണവും കിളിയോടുള്ള ആത്മബന്ധവും പ്രകടമാണ്. ഇപ്രകാരം കിളിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും പാനീയങ്ങളും ഒരുക്കി വെച്ചാണ് കിളിയോട് ഏറെ അഴകോടെയും ഈണത്തോടെയും ആ കഥ ചൊല്ലിത്തരാൻ കവി ആവശ്യപ്പെടുന്നത്. ചോദ്യം 2. കർണസുഖം ഞാൻ പറയുകില്ലാരോടും. കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മലയാള ഭാഷയ്ക്ക് ആത്മാവും അർത്ഥവുമേകിയ ഇതിഹാസ പുരുഷനായ ശബ്ദസന്ധികളുടെ സംഗീതം കൊണ്ടും ആഖ്യാന ശൈലിയുടെ സൗന്ദര്യത്താലും വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ മഹാനായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിലെ ഒരു ഭാഗമാണ് കഥകളതിമോഹം എന്ന കവിത. ശത്രു സമൂഹത്തിന് സംഹാരമൂർത്തിയായ ശിവന് സമാനനായി കണക്കാക്കുന്ന ഭീഷ്മർ അമ്പുകൾ കൊണ്ട് തീർത്ത കിടക്കയിൽ വീണു കിടക്കുന്ന നിമിഷം സുയോധനൻ സൈന്യത്തെ നയിക്കാൻ ഇനി ആരുണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ അവന്റെ മുന്നിൽ വന്ന മുഖം കർണന്റേതായിരുന്നു. ഈ വിഷയം കർണനോട് അവതരിപ്പിക്കുമ്പോൾ കർണൻ കൊടുത്ത മറുപടിയാണ് ഈ സന്ദർഭത്തിലൂടെ കിളി ചൊല്ലുന്നത്. കർണൻ ഉദ്ഘോഷിക്കുന്ന കർണസുഖം ഞാൻ പറയുകില്ലാരോടും എന്ന നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ പ്രസക്തമാകുന്ന ഒരു ശക്തമായ ധ്വനിയാണ്. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹം പലതരത്തിലുള്ള സ്നേഹനടി മൂടലുകളും പുകഴ്ചാപര പ്രചാരങ്ങളും നിറഞ്ഞതാണ്. വ്യക്തിഗത സ്വാർത്ഥതകൾക്കും സ്ഥാനമാന ലാഭത്തിനുമാണ് പലരും സത്യം മറന്ന് മറ്റുള്ളവരെ പ്രസന്നമാക്കാൻ സത്യമല്ലാത്ത വാക്കുകളും ഉപയോഗിക്കുന്നത്. ഇവിടെ കർണൻ കാണിക്കുന്നത് പോലെ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ഏറെയില്ല. അതിനാൽ കർണന്റെ ധീരതയും വ്യക്തിത്വ ഗൗരവവും ഇന്നത്തെ സമൂഹത്തിന് ആത്മബോധം ഉണർത്തുന്ന പാഠങ്ങളാണ്. കർണൻ തൻ്റെ സുഹൃത്തായ സുയോധനൻ ആവശ്യപ്പെടുമ്പോൾ താനല്ല സേനാപതിയാകേണ്ടതെന്നും അതിനുള്ള യോഗ്യത ഗുരുവായ ദ്രോണാചാര്യർ കാണുന്നുമുള്ള നിലപാട് അക്ഷരാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടുന്ന ഒന്നാണ്. അദ്ദേഹം ഉറ്റ സുഹൃത്തിൻ്റെ പ്രസാദം നേടാനായി യാഥാർത്ഥ്യങ്ങളെ മറികടക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ പലപ്പോഴും വിശ്വാസം നേടിയെടുക്കാനായി കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം പറഞ്ഞു ഫലിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്നാൽ കർണനെ പോലെ തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യർ ഇന്ന് അത്യന്തം അപൂർവമാണ്.
ഈ പശ്ചാത്തലത്തിൽ കർണന്റെ വാക്കുകൾ ഇന്നും വലിയ പ്രാധാന്യമുള്ളതാണ്. സ്വാർത്ഥതയുടെ ഭാഗമായി മറ്റുള്ളവർക്ക് കർണസുഖം നൽകുന്ന രീതിയിൽ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുന്ന സമൂഹത്തിൽ കർണൻ ഒരു ദൃഢവ്യൂഹമായി നിലകൊള്ളുന്നു. ഓരോന്നിനെയും വാഴ്ത്തിപ്പാടാനല്ല, മറിച്ച് സത്യസന്ധതയോടെ ആദർശങ്ങൾ അടിസ്ഥാനമാക്കി കാര്യങ്ങളെ സമീപിക്കണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ആധുനിക സമൂഹം സത്യത്തിനും നീതിക്കും പ്രാധാന്യം നൽകാൻ തുടങ്ങിയാൽ മാത്രമേ നിലനിൽപ്പുള്ള സമത്വപരമായ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ കർണന്റെ ഈ വാക്കുകൾ ഇന്നും കാലാതീതമായി നിലനിൽക്കുന്നു. ചോദ്യം 3. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്ക പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ടു സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നതെന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധത്തിൻ്റെ വർണ്ണനയാണ്. ദ്രോണപർവത്തിലെ തുടക്കത്തിൽ കവി കിളിയോട് പറയുന്നതും അല്പം കഴിഞ്ഞ് കഥ പറയാൻ തുടങ്ങുമ്പോൾ കർണൻ ദുര്യോധനനോട് പറയുന്ന കാര്യവുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന വാക്യത്തിൻ്റെ രണ്ട് അർത്ഥതലങ്ങളാണ് കാവ്യശകലങ്ങളിൽ നാം കാണുന്നത്. ആദ്യത്തേത് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആവശ്യപ്പെടുന്നു. ചെവി രണ്ടും കുളിർക്ക പറക എന്നതിൻ്റെ അർത്ഥം മനസ്സിനെ കുളിരേകുന്ന വിധം കാര്യങ്ങൾ പറയുക എന്നാണ്. കഥ കേൾക്കുന്ന ആർക്കും ആനന്ദം ഉണ്ടാകണം. കഥ തുടർന്ന് കേൾക്കാനുള്ള കവിയുടെ ആഗ്രഹം, കഥ പറയാനുള്ള കിളിയുടെ വൈദഗ്ധ്യം എന്നിവ ഇവിടെ സ്പഷ്ടമാണ്. മനസ്സ് തെളിഞ്ഞ് കിളി പറയുന്ന കഥ തൻ്റെ ചെവി രണ്ടും കുളിർപ്പിക്കും എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പാലും വിശിഷ്ടമായ പഴക്കൂട്ടും നൽകുന്നു. ഇവിടെ കർണസുഖം എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായി മാറുന്നു. രണ്ടാം കാവ്യശകലത്തിൽ കർണസുഖത്തെ തെറ്റായ പ്രവണതയുടെ പ്രതീകമായാണ് സൂചിപ്പിക്കുന്നത്. തന്നോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുന്ന ദുര്യോധനനോട് കർണൻ പറയുന്ന മറുപടിയാണ് കർണസുഖം ഞാൻ പറകയില്ലാരോടും. അന്യരിൽ പ്രീതി ജനിപ്പിക്കാൻ എന്തും പറയുന്ന സ്വഭാവം തനിക്കില്ലെന്ന് വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് കർണസുഖം പകരണമെങ്കിൽ ചിലപ്പോൾ അസത്യം പറയേണ്ടി വരും, ചിലപ്പോൾ മുഖസ്തുതി വേണ്ടിവരും, മറ്റു ചിലപ്പോൾ ഇല്ലാത്ത ഗുണങ്ങൾ വാഴ്ത്തിപ്പാടേണ്ടി വരും. ഇങ്ങനെ പറയുന്നത് ആദർശനിഷ്ഠയില്ലായ്മയെയും വ്യക്തിത്വത്തെ പണയം വെക്കലുമാണ്. ഉത്തമ ഗുണവാന്മാരായ ആളുകൾ മുഖസ്തുതിയിൽ മയങ്ങാറില്ല. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്നത് കർണൻ്റെ സ്വഭാവ ഗുണമാണ്. അത്തരം വാക്കുകൾ കേൾക്കില്ല എന്നത് മനസ്സിൻ്റെ ഉറച്ച തീരുമാനമാണ്. നല്ല വാക്കുകൾ മനസ്സിന് ആനന്ദവും കുളിർമയുമേകും. അതിനാൽ മിതവും സാരവും ആത്മാർത്ഥവുമായ വാക്കുകൾ ജീവിതത്തിൽ നൽകുന്ന ആനന്ദം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാം. ചോദ്യം 4. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്ന് വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ചൻ നമ്പ്യാരിൻ്റെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ വരികളാണ് ആദ്യത്തേത്. ആദരവും സ്നേഹവും മൂലം എത്ര കോരി വിളമ്പിയാലും അതിന് സ്വാദ് ഉണ്ടാകണമെന്നില്ല. ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുമ്പോൾ അത് രുചികരവും ആസ്വാദികരവുമായിരിക്കും. എന്നാൽ ഏറിപ്പോയാൽ സ്വാദ് കുറയും. അർഹിക്കുന്നതിനപ്പുറം അഥവാ അളവിൽ കൂടുതൽ ആർക്ക് എന്തു നൽകിയാലും അതിന് മൂല്യം ഉണ്ടാവുകയില്ല. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ വരികളാണ് രണ്ടാമത്തേത്. ഈ വരികൾ ചുരുക്കി പറയേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
കൗരവ പാണ്ഡവ യുദ്ധത്തിൽ സംഭവിച്ചതെന്തെന്ന് കവി ഇവിടെ ചുരുക്കി പറയുന്നു. വലിച്ചു നീട്ടി പറയുന്നത് ശ്രോതാക്കളിൽ വിരസത ഉളവാക്കും. അതിനാൽ സ്വതന്ത്രവും സംക്ഷിപ്തവും അനന്യസാധാരണവുമായ ഒരു വിവർത്തന രീതിയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചിട്ടുള്ളത്. ഗഹനമായ ആശയങ്ങൾ പോലും ചിരപരിചിതമായ ഉദാഹരണങ്ങളിലൂടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷാ ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സംസ്കൃത പദങ്ങൾ പോലും ആ ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രയോഗിച്ചു. ചുരുക്കത്തിൽ അനുവാചക ഹൃദയങ്ങളെ കീഴടക്കാൻ ഭാഷ എങ്ങനെ പ്രയോഗിക്കണമെന്ന് എഴുത്തച്ഛന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഇരു കവിതകളിലും ഭാഷയുടെ ഭാവപ്രകാശവും അവതരണ സൗന്ദര്യവും വ്യക്തമാണ്. ഇത്തരം കൃതികളിലൂടെ ഭാഷ ഒരു മാധ്യമം മാത്രമല്ലെന്നും ഒരു സംസ്കാരത്തെ പകർന്നു പറയാനുള്ള ശക്തിയുള്ള ആശയവാഹിനികളുമാണ് അതെന്ന് കവികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്രകാരം ശ്രദ്ധിക്കുമ്പോൾ മലയാള ഭാഷയുടെ ആശയവും വിശാലതയും ഉൾക്കൊള്ളുന്ന മനോഹരമായ കാവ്യഭാഗങ്ങളാണ് ഇവ. ഭാഷയുടെ ശൈലിയും അഴകും മാത്രമല്ല, ചിന്തയുടെ തീവ്രതയും ജീവിതബോധത്തിൻ്റെ ആഴവുമാണ് ഇവ തുറന്നുകാട്ടുന്നത്. പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനാ സവിശേഷതകൾ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അഭിവൃദ്ധിയും നവോന്മേഷവും നൽകിച്ച കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയെ ആധുനികതയുടെ ദിശയിലേക്ക് നയിച്ച അദ്ദേഹം ദ്രാവിഡ പാരമ്പര്യത്തെ ആധാരമാക്കി കിളിപ്പാട്ട് വൃത്തങ്ങൾ സൃഷ്ടിച്ചു. നാടോടി തനിമയുടെ ഈണവും താളവും ചേർത്താണ് അദ്ദേഹം കവിതകൾ രചിച്ചത്. കാവ്യഭാവനയ്ക്ക് യുക്തിയുടെയും അർത്ഥപൂർണതയുടെയും അടിസ്ഥാനം നൽകി എഴുത്തച്ഛൻ അലങ്കാരങ്ങളിൽ നവീകരണവും കൊണ്ടുവന്നു. ഭൗതിക സുഖസൗകര്യങ്ങളിൽ അമരുന്നവരെ തത്വചിന്തയുടെ വഴിയിലൂടെ ഉദ്ബോധിപ്പിച്ച അദ്ദേഹം സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ സാമൂഹിക തലത്തിൽ ഉയർത്തി അവതരിപ്പിച്ചു. വ്യക്തിഗത ദുഃഖങ്ങളെ സമൂഹത്തിൻ്റെ ദുഃഖങ്ങളാക്കി മാറ്റിയ എഴുത്തച്ഛൻ ഒരു യുഗപരിവർത്തനത്തിൻ്റെ കവി കൂടിയായിരുന്നു. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ വരികളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന കർണനെയും മറ്റും കാണാൻ ഗാന്ധാരി എത്തിച്ചേരുന്ന സന്ദർഭമാണ് മഹാഭാരതം സ്ത്രീ പർവ്വത്തിൽ നിന്നുള്ള ആദ്യ കാവ്യഭാഗം. കൗരവരുടെ മൃതശരീരങ്ങൾ കാണുന്ന ഗാന്ധാരി കർണന്റെ ചേതനയേറ്റ ശരീരം നോക്കി വിലപിക്കുന്നു. യുദ്ധവർണ്ണന പോലെ തന്നെ പ്രധാനമാണ് യുദ്ധഭൂമിയെ വർണ്ണിക്കുന്നതും. ഒന്ന് വീരരസം വർദ്ധിപ്പിക്കാൻ ഉതകുമെങ്കിൽ മറ്റൊന്ന് കരുണരസം വർദ്ധിപ്പിക്കുന്നതാണ്. മനുഷ്യഭാവങ്ങളും ജീവിതാവസ്ഥയും ഉചിതമായ ഭാവത്തോടെ അവതരിപ്പിക്കുക എന്നത് എഴുത്തച്ഛൻ്റെ കാവ്യരീതിയാണ്. കുണ്ടലമറ്റ് കവിൾത്തടം മിന്നിത്തിളങ്ങി ചലനമറ്റ് കുരുക്ഷേത്ര ഭൂമിയിൽ കിടക്കുന്ന കർണന്റെ വർണ്ണന ഭീകരമാണ്. അംഗങ്ങൾ ഓരോന്നും ചിതറിയും ശരീരഭാഗങ്ങൾ നായും നരികളും കടിച്ചു വലിക്കുന്ന ദാരുണമായ രംഗം യുദ്ധത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നു. ആ വീരയോദ്ധാവിൻ്റെ സവിശേഷതകളും വേർപാട് സൃഷ്ടിച്ച വേദനയും അതേ തീവ്രതയോടെ ഉൾക്കൊള്ളാൻ തക്കവിധമുള്ള പദപ്രയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പും അവതരണ രീതിയും എഴുത്തച്ഛൻ്റെ കാവ്യ സവിശേഷതയാണ്. യുദ്ധരംഗം വർണ്ണിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ ഭാഷ ചടുലവും ദ്രുതാത്മകവുമാണ്. വായനക്കാരുടെ കാഴ്ചയിലേക്ക് നേരിട്ട് യുദ്ധപ്രതീതി ഉണ്ടാകും വിധം വർണ്ണിക്കാൻ എഴുത്തച്ഛന് കഴിയുന്നുണ്ട്. ദ്രോണപർവത്തിലെ ഭഗദത്തൻ്റെ മരണം അതിനുള്ള ഉദാഹരണമാണ്. വീരപരാക്രമശാലിയായ ഭഗദത്തൻ കൗരവപക്ഷത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. യുദ്ധദിവസം ഘോരമായി തന്നെ പാണ്ഡവപ്പടയെ കൊന്നൊടുക്കാൻ ഭഗദത്തന് കഴിഞ്ഞു. ഭഗദത്തനോടൊപ്പം അവൻ്റെ ആനയും സംഹാരരുദ്രനായി യുദ്ധക്കളത്തിൽ നിറഞ്ഞാടിയെന്ന് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നുണ്ട്. ആനയും മസ്തകവും ആനപ്പുറത്തിരിക്കുന്ന ഭഗദത്തൻ്റെ അമ്പും വില്ലും അയാളുടെ തലയും ആനയുടെ വാലും കൂടി ഭേദിച്ച്
അർജുനന്റെ അസ്ത്രം പാഞ്ഞുപോയി എന്നാണ് എഴുത്തച്ഛൻ വ്യക്തമാക്കുന്നത്. വായനക്കാരുടെ അത്ഭുതത്തെ പരകോടിയിലെത്തിക്കുന്ന ആ വാഗ്വൈഭവം അധികമൊന്നും വർണ്ണിക്കാതെ കോലാഹലത്തോട് പോയതു ബാണവും എന്ന വാക്കുകളിൽ പ്രതിഫലിക്കുന്നു. വില്ലാളി വീരനായ അർജുനന്റെ യുദ്ധപരാക്രമത്തിന്റെ തീവ്രതയും ഇവിടെ വായനക്കാരുടെ മനസ്സിൽ പതിയുന്നു. എഴുത്തച്ഛന്റെ കൃതികളിൽ കാണുന്ന ശബ്ദസമൃദ്ധി ശ്രദ്ധേയവും ശ്രദ്ധാകർഷകവുമാണ്. ആദ്യാക്ഷരപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അക്ഷരങ്ങളുടെ ആവർത്തനം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ലളിതവും മധുരവുമായ താളഭംഗിയും കാവ്യാനുഭവവും നൽകുന്നു. ഈ ശൈലി വായനക്കാരനെ ആന്തരികമായും ആധ്യാത്മികമായും ആസ്വാദനത്തിലേക്ക് നയിക്കുന്നു. കർണന്റെ ദാരുണാന്ത്യം വ്യക്തമാക്കുന്ന സന്ദർഭത്തിൽ താളം ദുരന്തത്തിന്റെ ഭയങ്കരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. യുദ്ധത്തിന്റെ ചടുലത വ്യക്തമാക്കുന്നിടത്ത് താളം അതിശക്തി കൈവരിക്കുന്നതായും കാണാം. ലളിതവും സംക്ഷിപ്തവുമായ ഒരു രചനാരീതിയാണ് എഴുത്തച്ഛൻ്റേത്. സ്വതന്ത്രവും അനന്യസാധാരണവുമായ ഒരു വിവർത്തന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭാഷയുടെ ലാളിത്യവും ജനകീയതയും അദ്ദേഹത്തിന്റെ വർണ്ണനകളെ പ്രശസ്തമാക്കി. സംസ്കൃതത്തിന്റെ ചലനം കുറച്ച് നാട്ടുഭാഷാ ശൈലി ഉപയുക്തമാക്കി കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും മനസ്സിലാകത്തക്ക വിധം അഭേദത്വ പ്രീതി ഉളവാക്കി അദ്ദേഹത്തിന്റെ കാവ്യം.